HMG-CoA reductase inhibitors or statins അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ അറ്റോറോസ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ, പ്രാവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ. ഈ ഡ്രഗിന്റെ എല്ലാം എൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻഡ് വരുന്നത് സ്റ്റാറ്റിൻ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറി ഡ്രഗിനെ നമ്മൾ സ്റ്റാറ്റിൻസ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി ഈ ഒരു ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് കൊളസ്ട്രോൾ ഫോം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ മെയിൻ ആയിട്ട് HMG-CoA ദാറ്റ് ഈസ് 3-hydroxy-3-methyl glutaryl CoA. HMG-CoA റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ മെവലോണിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഈ ഒരു കൺവേർഷനിൽ ഒരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻസൈം എന്ന് പറയുന്നത് HMG-CoA റിഡക്ടേസ് ആണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ഈ മെവലോണിക് ആസിഡ് കൊളസ്ട്രോൾ സിന്തസിസിന്റെ ഒരു പ്രിക്കൈസർ ആണ്. ദെൻ മെവലോണിക് ആസിഡിൽ നിന്ന് ഒരു സീരീസ് ഓഫ് ഇന്റർമീഡിയറ്റ് റിയാക്ഷൻ വഴി കൊളസ്ട്രോൾ ഫോം ചെയ്യുന്നു. അങ്ങനെ ന്യൂലി സിന്തസൈസ് കൊളസ്ട്രോൾ VLDL അതായത് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിൽ പാക്ക് ചെയ്തിട്ട് പ്ലാസ്മയിലോട്ട് റിലീസ് ആവുന്നു. സോ ഇനി നമ്മുടെ ഡ്രഗ് ആ പേരിൽ തന്നെ ഉണ്ട്, HMG-CoA റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ്. അത് സ്റ്റാറ്റിൻസ് ആ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം അതായത് HMG-CoA റിഡക്ടേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ദെയർ ബൈ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആവും. സോ അങ്ങനെ ടോട്ടലി ബോഡിയിൽ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. എപ്പോഴാണ് കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് ആ ഒരു സമയം അത് ജീൻ എക്സ്പ്രഷന് എൻഹാൻസ് ചെയ്യും. ദെയർ ബൈ LDL റിസപ്റ്റേഴ്സ് ഈ സെൽസിന്റെ സർഫസിൽ കൂടുതലായിട്ട് വരും. ആ സർഫസിൽ വന്ന് LDL ബൈൻഡ് ചെയ്യും. ദെൻ LDL ഈ സെല്ലിന്റെ അകത്തോട്ട് വരും. അങ്ങനെ LDLന്റെ ഡീഗ്രഡേഷൻ നടക്കും. സോ ടോട്ടലി പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി ഡ്രഗ് VLDLന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും, LDLന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. ഇത് രണ്ടും ബാഡ് കൊളസ്ട്രോൾ ആണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇത് HDLന്റെ പ്രൊഡക്ഷൻ അതായത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലിപ്പോപ്രോട്ടീൻസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ മെക്കാനിസം ഇത്രയേ ഉള്ളൂ. HMG-CoA to മെവലോണിക് ആസിഡ് ദെൻ ടു കൊളസ്ട്രോൾ. അതിൽ HMG-CoA to മെവലോണിക് ആസിഡിൽ ആ ഒരു കൺവേർഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമിനാണ് സ്റ്റാറ്റിൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ഇനി എപ്പോഴും ഡോക്ടേഴ്സ് ഈ ഒരു ഡ്രഗ് നൈറ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. HS എന്നായിരിക്കും എഴുതുന്നത്. ദാറ്റ് മീൻസ് ഹോറ സോംനി അറ്റ് നൈറ്റ് എന്നാണ് അതിന്റെ മീനിങ്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ബയോസിന്തസ് കൂടുതൽ നൈറ്റ് ആണ് സംഭവിക്കുന്നത്. ഇനി ഈ ഒരു ഡ്രഗിന്റെ അഡ്വൈസ് എഫക്ട് അതും നമുക്ക് ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. HMG-CoA എന്നുള്ളതിന്റെ C, റിഡക്ടേസ് എന്നുള്ളതിന്റെ R, ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളതിന്റെ I. H stands for hepatotoxicity, M myopathy, G gastrointestinal upset, C cataract, R rhabdomyolysis, I increased risk of diabetes mellitus. Then സ്റ്റാറ്റിൻസിന്റെ യൂസസ് ആണ്. ഫസ്റ്റ് വൺ പ്രൈമറി ഹൈപ്പർലിപ്പിഡീമിയാസ് വിത്ത് ഇൻക്രീസ്ഡ് LDL ആൻഡ് കൊളസ്ട്രോൾ ലെവൽസ്. സെക്കൻഡ് യൂസ് സെക്കൻഡറി ഹൈപ്പർലിപ്പിഡീമിയാസ് ഡ്യൂ ടു ഡയബറ്റിസ് മെൽലിറ്റസ്. ദെൻ ഈ ഒരു ഡ്രഗിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ അതായത് ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ ഡ്രഗ് കൊടുക്കാൻ പാടില്ലാത്തത്. അതിൽ ഫസ്റ്റ് വൺ പ്രഗ്നൻസി, അതുപോലെ തന്നെ സിവിയർ ലിവർ ഡാമേജ്. റീസൺ നമുക്കറിയാം, ഈ ഒരു ഡ്രഗ് ഹെപ്പാറ്റോടോക്സിസിറ്റി കോസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ലിവർ ഡിസീസിൽ ഈ ഒരു ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.